ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരു. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെ ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ മംഗലാപുരത്ത് വർക്ക് കഴിഞ്ഞിട്ട് നേരെ അടുത്ത വർക്കിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരാണ് വന്നത്. ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു 2-3 ദിവസം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് വ്ളോഗ് ചെയ്യണത്. മംഗലാപുരത്ത് വർക്ക് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർക്ക് ട്രെയിൻ വഴി നേരെ മജസ്റ്റിക്കിൽ വന്നിറങ്ങി. വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറിയ സമയത്ത് നോ ഇഷ്യൂ. 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ബാംഗ്ലൂർ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 10-20 അങ്ങനെ എന്തെങ്കിലും ചില്ലറ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ബാഗിലോ അല്ലെങ്കിൽ നമ്മളെ പോക്കറ്റിലോ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏകദേശം ബാംഗ്ലൂർ വരെ എത്തുന്ന ഒരു 5-6 കിലോമീറ്റർ മുന്നേ തന്നെ ട്രാൻസിൻഡേഴ്സ് വരും. അപ്പോൾ അവർക്ക് നമ്മൾ തർക്കിക്കാൻ നിൽക്കുന്നതാണ് നല്ലത്. അവർക്കൊരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഇഷ്യൂ മാറി കിട്ടും. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മലയാളികളാണെന്ന് മനസ്സിലാക്കിയ ഓട്ടോക്കാരെ നന്നായിട്ട് മുതലാക്കും. ഏകദേശം ഞങ്ങൾ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ, എബവ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന റൂമിലോട്ട്. അപ്പോൾ അതുവരെ പോകാനടക്കം ഏകദേശം 150 രൂപ ഓട്ടോ ചാർജ് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലങ്ങൾ നമ്മൾ അറിയാത്ത ആൾക്കാർ, അപ്പോൾ എവിടെയും പോയിട്ട് നമ്മൾ തർക്കിക്കാതെ ഇരിക്കുകയാണെന്നല്ലേ. അപ്പോൾ എന്ത്, നമ്മൾ മാപ്പ് നോക്കിയിട്ട് നേരെ റൂമിലോട്ട് പോയി. ഇവിടുത്തെ സ്ഥലങ്ങളും പുതിയ ആൾക്കാരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലോട്ട് പോയി. ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഒഴികെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ ബാംഗ്ലൂർ. ഇവിടുത്തെ വെൽ അപ്ഡേറ്റഡ് ആണ്. അതായത് പല കാര്യങ്ങളും ഇവിടെ വളരെയധികം അപ്ഡേറ്റഡ് ആണ്. ഇവിടുത്തെ റോഡ് സിസ്റ്റം ആയിക്കോട്ടെ, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ റോഡിൻ്റെ ഇവിടുത്തെ മെയിൻ സിറ്റിയുടെ ഒരുവിധമുള്ള എല്ലാ റോഡിൻ്റെ സൈഡിൽ വലിയ മരങ്ങളുണ്ട്. അതാണ് ഇവിടെ ഒരു വളരെ കൂളിംഗ് ആയിട്ട് ഇരിക്കും ഇവിടെ ഏത് സമയം. அண்ணா எவ்வளோ ரைட் அண்ணா? 30 one piece. നമ്മളിപ്പോൾ റൂമിലോട്ട് നടന്നു പോകുന്നത് ഈ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് KSRTC ബസ് സ്റ്റാൻഡ് വഴിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ പരിചയമായിരിക്കണം. ഇപ്പോൾ ഈ പോണ സ്ഥലത്ത് തന്നെ ചെറുതും വലുതായിട്ട് ചെറിയ കടകളുണ്ട്. അതായത് ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകൾ, ജ്യൂസ് വിൽക്കുന്ന കടകൾ. അപ്പോൾ ചെറിയൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് മിക്സ്ഡ് ഫ്രൂട്ട്സ് വാങ്ങി. അപ്പോൾ അത് കഴിച്ചിട്ട് മെല്ലെ നടന്നു പോകണം. മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് റൂമിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് പക്ഷികൾ, അതായത് പ്രാവുകൾ ഒരു ഏരിയയിൽ നിന്ന് കൂട്ടായിട്ട് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ഈ സിറ്റിക്കുള്ളിൽ ഒരു 4-5 സെൻറ്റ് സ്ഥലം ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ പ്രാവുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം കണ്ടെത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഈ എലികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രമുണ്ട്, അതേപോലെ പ്രാവുകൾക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ക്ഷേത്രം പണിതതാണോ, അങ്ങനെ എന്തെങ്കിലും ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് വിചാരിച്ചു. എന്നെ ട്രഡീഷൻ ഇത് பார்வலா பார்வலாக்கு இது சாப்பாடுக்கு இங்கெல்லாம் வீட்டுக்கெல்லாம் போயிடல, அந்த மாதிரி எங்க வீட்டுக்கெல்லாம் போயிடுறேன் போவாது இருக்க வேண்டியது. அங்கே சாப்பிட வரதில்லை, எல்லாரும் இங்கே வச்சு போயிடுறத നല്ല സാപ്പിടുறேன். ഓക്കെ, ഒന്നും പ്രോബ്ലം ഇല്ല. ഓക്കെ, ധർമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. கோயிலில் இங்கே இருக்க ஜெயின் டெம்பிள். ഇത് കോവിൽ ഒന്നുമല്ലല്ലോ? கோவில் ஜஸ்ட் ட்ரெடிஷன். எல்லாரும் ஊருக்கு നിന്ന് எல்லாரும் வந்து சாப்பாடு போடுறேன் அந்த பறவைகளுக்கெல்லாம். இந்த ஊர் என்ன സ്ഥലத்துக்கு என்ன பேரு? அக்கிப்பேட்டை. ஓகே ஓகே ஓகே. ചിക്ലാൽബാഗ്. ഓക്കെ, ചിക്ലാൽബാഗ്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. പക്ഷെ വാസ്തവം എന്താണെങ്കിൽ ഈ പക്ഷികളൊക്കെ കൂടിയിട്ട് ഇവിടെയുള്ള വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് കാഷ്ടിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു ഏരിയയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് അവർ വയറ് നിറയും ചെയ്യും, അതേപോലത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഉപദ്രവം ഇല്ലാതിരിക്കുകയും ചെയ്യും. അതായത് നല്ലൊരു കാര്യമാണത്.
ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഞാൻ ഏകദേശം ഇപ്പോൾ നടന്ന് ഇവിടുന്ന് കുറച്ച് ദൂരങ്ങളുള്ളൂ, ഒരു 100-150 മീറ്ററും കൂടിയുള്ളൂ എൻ്റെ ഞാൻ താമസിക്കുന്ന റൂമിലോട്ട്. അപ്പോൾ ഈ റൂമിലോട്ട് പോണ വഴിക്ക് തന്നെ നല്ല അടിപൊളി ഒരു റോഡ് സൈഡിൽ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ക്ഷേത്രം ആലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ഷേത്രം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ചെറുതും വലുതായിട്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ റൂമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു 4-5 ആലുകളും അതോട് കൂടി ചേർന്നിട്ടുള്ള കുറേ ശില്പങ്ങളും കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മൊത്തം നാഗപ്രതിഷ്ഠയാണ് തോന്നുന്നു, നാഗം റിലേറ്റഡ് ആയിട്ടുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ ഫുഡ്, അതായത് നമ്മൾ കഴിക്കാത്തതും അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഫുഡുകളുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഡ്രസ്സിനെല്ലാം കുറച്ച് വില കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യത്തിനും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയം എന്തായാലും കണ്ടെത്തും. ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ റൂമിലോട്ടുള്ള ഏകദേശം ഒരു 100 മീറ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല ഒരു 50 മീറ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമായി. ഓക്കെ, താങ്ക് യു. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ റൂമിൽ റീച്ച് ആയിരിക്കുകയാണ്.